ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലായിടവും മഴയൊക്കെ തുടങ്ങിയോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാരണം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പ്രഷറും ഷുഗറും കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ ഈ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ ഉലുവ, ആ സ്പൂണിന് തന്നെ 3 ടേബിൾ സ്പൂൺ ചെറുപയർ. ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് കഴുകി ഒരല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചങ്ങ് വെക്കണം. എന്നിട്ട് നേരം വൈകുമ്പോൾ നമ്മളത് ഊറ്റി കുതിരാൻ വെക്കണം. കുതിരാൻ വെക്കുന്നത് ഈ പയറിലടങ്ങിയിരിക്കുന്ന അന്നജം കുതിർത്ത് നമ്മൾ മുളപ്പിക്കുമ്പോൾ ആ അന്നജം അങ്ങ് പോവും. മുളപ്പിച്ച് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന അന്നജം ഇല്ലാതാക്കും. സാധാരണ പയറൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാകുമല്ലോ. ഇത് മുളപ്പിക്കുമ്പോൾ ഇതിലെ ഗ്യാസ് ഉണ്ടാക്കുന്ന അന്നജം അങ്ങ് നഷ്ടമാകും. അതിനാണ് നമ്മളിത് മുളപ്പിക്കുന്നത്. പിന്നെ ചെറുപയറിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ. ചെറുപയർ കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട്, വൈറ്റമിൻ എയും സിങ്കും ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇത് കണ്ണിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ ഇതിൽ വൈറ്റമിൻ ഡി ഉണ്ട്, മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് ബ്ലോക്ക് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഗ്യാസ് ഉള്ളവർ ഇത് കഴിക്കുമ്പോൾ അല്പം വെളുത്തുള്ളി, കഞ്ഞിക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കണ്ട, ദിവസവും കഴിക്കാൻ പറ്റിയവർക്ക് വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് തോരൻ വെച്ചും പുഴുങ്ങി ഒക്കെ കഴിക്കാം. മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഗർഭിണികൾക്ക് ധാരാളമായി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറുപയർ. ഇതിൽ ധാരാളം അയണും ഫോളിക് ആസിഡും അടങ്ങിയതാണ് അതിൻ്റെ പ്രധാന കാരണം ചിലർക്ക് ഗർഭിണികൾക്ക് ഹിമോഗ്ലോബിൻ്റെ കുറവ്, വിളർച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. പിന്നെ ശരീരത്തിൽ അർബുദം വരാതിരിക്കാൻ പയറുവർഗ്ഗങ്ങൾ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും പയറ് മുളപ്പിച്ച് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അമിതവണ്ണം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇവ തടയുന്നതിനുള്ള ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് പയറുവർഗ്ഗങ്ങൾ. അമിതമായിട്ടുള്ള പ്രഷർ കുറയ്ക്കുന്നതിന് നിത്യവും നമ്മൾ പയർ മുളപ്പിച്ച് കഴിക്കണം. ഒരുപാട് കഴിക്കേണ്ട, ഒരു പിടി പയർ മുളപ്പിച്ച് കഴിച്ചാൽ മതി. രക്തത്തിലെ ഇരുമ്പിൻ്റെയും കോപ്പറിൻ്റെയും അളവ് കൂട്ടുന്നതിനും ഇതിന് വളരെ പ്രധാനമായ പങ്കാണുള്ളത്. സസ്യാഹാരം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടാകാതിരിക്കാൻ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വളരെ സമയം നമുക്ക് വിശപ്പ് അനുഭവപ്പെടാതിരിക്കുന്നതിനും ഇത് കഴിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. പ്രമേഹം, ഇത് കഴിക്കുന്നത് മൂലം പ്രമേഹം വരാനുള്ള സാധ്യത വരെ കുറയുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത് ഒരു ആരോഗ്യ സംരക്ഷണത്തിന് ഇതിന് പ്രധാനമായ പങ്കുണ്ട്. താരൻ കളയുന്നതിന് നമ്മളിത് ചെറുപയർ പൊടി തലയിൽ തേച്ച് കുളിക്കുന്നത് സാധാരണമാണ്. പിന്നെ സൗന്ദര്യം നിലനിർത്തുന്നതിനും ഇത് ഒരു ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഉലുവയും ചെറുപയറും നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇളം ചൂടുവെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് വെക്കുന്നേ ഉള്ളൂ, കുതിരും. ഇനി ഇത് നമ്മൾ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് ഊറ്റി വെക്കുന്നത് മുളയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഉലുവായിൽ മുള വരാൻ സാധ്യത കുറവാണ്, എങ്കിലും മുളയ്ക്കാനുള്ള ടെൻഡൻസിയിലെത്തും. ചെറുപയർ മുളയ്ക്കും. നാളെ രാവിലെയാണ് നമ്മളിത് കഞ്ഞി വെക്കുന്നത്. കഞ്ഞി വെക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരല്പം ഉപ്പും തേങ്ങാപ്പാലും ചേർത്ത് കഞ്ഞി വെച്ചതിന് ശേഷം കുടിച്ചാൽ മതി. ഒരു കയ്പും ഇല്ല. ചെറുപയറൂടെ ചേർക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. ഉലുവയുടെ ഗുണങ്ങൾ അറിയാമല്ലോ.
ഉലുവ കഴിച്ചാൽ പ്രമേഹ രോഗം കുറയും, രക്തസമ്മർദ്ദം കുറയും, അമിതവണ്ണം കുറയും, ഫാറ്റി ലിവർ കുറയ്ക്കാൻ നല്ലതാണ്, വിശപ്പ് കൺട്രോളിൽ വരാൻ ഉലുവ വളരെ നല്ലതാണ്. പിന്നെ വൃക്കയ്ക്കകത്ത് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടുന്നത് ചെറുക്കാൻ വളരെ നല്ലതാണ് ഉലുവ. പിന്നെ വൃക്കയിൽ സ്റ്റോൺ വരാൻ സാധ്യതയുള്ളത് ഈ കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതാണ്. അതിന്റെ ടെൻഡൻസി കുറയ്ക്കുന്നത് മൂലം വൃക്കയിൽ കല്ല് വരുന്നവരിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് അവർ ഇത് കൂത്തരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ വൃക്ക രോഗസാധ്യതയെ ചെറുക്കുന്നതിന് ഉലുവ വളരെ നല്ലതാണ്. ഞാനിതൊക്കെ പറയുന്നത് ഞാൻ ഡോക്ടറൊന്നുമല്ല. എൻ്റെ ഭർത്താവിന് ഒരു 10 കൊല്ലം മുമ്പ് 2014 ഒക്ടോബർ 23 സ്ട്രോക്ക് വന്നു രാത്രിയിൽ. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നെ സ്ട്രോക്ക് വന്നത്. ഉടൻ തന്നെ ഞങ്ങൾ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ആ സമയത്ത് തന്നെ പോയി പിന്നെ സ്കാൻ ചെയ്തപ്പം തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടില്ലായിരുന്നു. ഈശ്വരാധീനം കൊണ്ട് പുള്ളിക്ക് ഒരു വശം ഇടതുവശം അങ്ങ് തളർന്നെങ്കിലും ഒരു 2 മാസം കൊണ്ട് പുള്ളിയെ നോർമൽ സ്റ്റേജിലെത്തി. ഇതുവരെയും പുള്ളിക്ക് പിന്നെ ആ സ്ട്രോക്കിന്റെ കുഴപ്പമുണ്ടായിട്ടില്ല. ഈ രീതിയിലുള്ള ഭക്ഷണം ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം പുള്ളിക്ക് ഈ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. ഈയിടെയായിട്ട് ഷുഗർ നോർമലായിരുന്നു, അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാറില്ലായിരുന്നു. ഇപ്പം 2 ദിവസത്തേക്ക് മുമ്പ് പുള്ളിക്ക് ഒരു പ്രഷർ കുറയുകയും ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് കുത്തിയിടേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അന്നേരം ഡോക്ടർ ECG ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഹാർട്ടിനൊന്നും ഒരു കുഴപ്പമില്ല, പേടിയൊന്നും വേണ്ട, കഴിക്കുന്ന ആഹാര രീതി തുടരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് ഈ ഉലുവയുടെയും ചെറുപയറിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ ഡോക്ടർമാരിൽ നിന്ന് അറിഞ്ഞ അറിവാണ് പറയുന്നത്. ഇനി നമുക്ക് വൈകിട്ട് ഇത് ഊറ്റിയിടണം. ഉലുവ കുതിർന്ന് ഇനി അതിനത് ഊറ്റി വെക്കാൻ പോവുക. നമുക്കത് ഊറ്റിയിട്ട് കാണാം. ഉലുവായും ചെറുപയറും നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കാൻ ഇത് അടച്ചു വെക്കണം. നേരം വെളുക്കുമ്പോഴത്തേക്ക് ചെറുപയറെല്ലാം നല്ല രീതിയിൽ മുളച്ചിരിക്കും. അന്നേരം നമുക്കിത് അടുപ്പേ വെച്ച് 2 വിസിലടിക്കുമ്പോൾ തേങ്ങാപ്പാലും ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കുടിച്ചാൽ മതി. ഏത് പ്രായക്കാർക്കും ഇത് കുടിക്കാം. കൊച്ചു പിള്ളേർ പോലും കുടിക്കും. ഇതിനൊരു കയ്പോ രുചിയോ ഒന്നുമുള്ള കഞ്ഞിയല്ല. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കുടിച്ചു നോക്കണം. ഉലുവാക്കഞ്ഞിക്കുള്ള ഉലുവായും പയറും നമ്മൾ മുളയ്ക്കാൻ വെച്ചിരിക്കുക. അതിന് വേണ്ട ചെറുപയറെല്ലാം മുളച്ച് മറ്റേ ഉലുവയൊക്കെ വേണ്ട മുളയ്ക്കാനുള്ള ടെൻഡൻസി അതങ്ങനെ പെട്ടെന്ന് മുളയ്ക്കത്തില്ല. നമുക്കിനി ഇത് കഞ്ഞി വെക്കാം. അപ്പോൾ ഈ ഉലുവാക്കഞ്ഞി നമ്മൾ അല്പം ഉപ്പിട്ടാണ് വെക്കുന്നത്. കഞ്ഞി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാലൂടെ ചേർക്കുക. എന്നിട്ട് വേറെ കൂട്ടാനൊന്നും വേണ്ട. ഇത് നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക്. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം. അതുപോലെ തന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. സ്ട്രോക്ക് വന്നിട്ടുള്ളവർ അവരുടെ ബന്ധുക്കളും അറിഞ്ഞിരിക്കാൻ. സ്ട്രോക്ക് വന്നിട്ടുള്ളവരെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുമിക്കാൻ കൊണ്ടുപോകരുത്. തിരുമിച്ച് പോയെങ്കിൽ അവർ പിന്നെ എഴുന്നേറ്റ് നടക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡിനെ തിരുമിക്കണമെന്ന് പലരും പറഞ്ഞെങ്കിലും സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞ് തിരുമിക്കരുത്, തിരുമിച്ചാൽ പിന്നെ എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തിരുമിച്ചില്ല. ഞാൻ പ്രവഞ്ചനം, തന്നന്തരം, കൊട്ടൻ ചുക്കാതി, പിന്നെ മുറിവെണ്ണ അങ്ങനെ 5 കൂട്ടം കുഴമ്പ് വാങ്ങിച്ച് അത് കുറേച്ച് നമ്മുടെ ഈ പഴയ പിന്നെ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിലൊരു ചട്ടി പഴയതെടുത്ത് അതിനകത്തോട്ട് ഈ കുഴമ്പെല്ലാം കൂടെ ഒഴിച്ച് അടുപ്പേ വെച്ച് ചൂടാക്കി കിഴി, നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിഴി കിട്ടും, ആ കിഴി വാങ്ങിച്ച് ഇതിനകത്ത് മുക്കി കുഴമ്പ് നന്നായിട്ട് ഒഴിച്ച് മുക്കി ചെറിയ ചൂടോടുകൂടി മരവിച്ച ഭാഗത്തെല്ലാം വെച്ചിട്ട് നമ്മൾ വേതുവെള്ളം, വളംപുളിയുടെ ഇല, പിന്നെ പഴുത്ത പാളാന്തോടം വാഴയുടെ പഴുത്തല, പിന്നെ കുരുമുളക് പൊടിയുടെ ഇല, പിന്നെ ഇത് വാതംകുലിയുടെ ഇല, എരിക്കിൻ്റെ ഇല, ഇതിലേതെങ്കിലും നമുക്ക് കിട്ടുന്ന 3 എണ്ണം ആയാലും മതി, 5 എണ്ണം ഉണ്ടെങ്കിലും നല്ലതാണ്. ഇത് വെച്ച് നമ്മൾ വേതുവെള്ളം കുറച്ച് വെള്ളത്തിൽ ഈ ഇലയെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അത് നിറച്ച് വെള്ളം ഒഴിച്ചിടണം. കലം നിറച്ച് ഒഴിച്ചിട്ടിട്ട് നേരം വെളുക്കുമ്പോൾ എപ്പോഴും അവർ കുളിക്കുമെന്ന് വെച്ചാൽ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ വെള്ളത്തിൽ ഈ കുഴമ്പ് തേപ്പിച്ച് 1-2 മണിക്കൂർ ഇരുത്തിയിട്ട് കുളിപ്പിച്ചാൽ മതി. ക്രമേണ അവരുടെ രോഗം മാറും. ഇനി നമുക്ക് കഞ്ഞി വെച്ചിട്ട് കാണാം. ഉലുവാക്കഞ്ഞി ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. എൻ്റെ വെള്ളം വെച്ച് ചൂടായപ്പോൾ ഞാൻ ഉലുവായും ചെറുപയറും അതിലേക്കിട്ട് ഇനി ഒരു ലേശ ഉപ്പൂടെ, ഒരു 2 നുള്ളു ഉപ്പ്. കാരണം പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരാ ഇത് കുടിക്കുന്നത്, അതുകൊണ്ടൊരു ശകലം ഉപ്പേ ഇടുന്നുള്ളൂ. ആർക്ക് വേണേലും കുടിക്കാം, ഒരു ചൊവയില്ല. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. 2 വിസിൽ വരുമ്പം
സിമ്മി വെക്കണം. ഒരല്പനേരം 2 മിനിറ്റ് സിമ്മി വെച്ചിട്ട് നമ്മൾ അന്നേരം സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ ചൂടാക്കിയാൽ മതി. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി കുക്കർ ഒന്ന് തുറക്കാം. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കോരി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. എൻ്റെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കർക്കിടക മാസത്തിൽ ഇതുപോലെ ഉലുവാക്കഞ്ഞി വെച്ച് കഴിച്ചിട്ടുണ്ട്. നേരം ചക്കരയോ എന്തെങ്കിലും ചേർത്തായിരുന്നു കഴിക്കുന്നത്. ഔഷധക്കഞ്ഞി പോലെ. ഷുഗറുകാർക്ക് അതൊന്നും ചേർക്കാൻ പറ്റത്തില്ലല്ലോ. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. വേറെ കറികളൊന്നും തന്നെ ഇല്ല. കഞ്ഞി എങ്ങനെയുണ്ട്? കഞ്ഞി കൊള്ളാം. പ്രഷറുകാർക്കും ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റിയതാ. എനിക്ക് ഷുഗറുണ്ട്. 205 ഷുഗറുണ്ട് എനിക്ക്. നോർമലായിരുന്നു. ഈയിടെ കഞ്ഞികുടി ഇല്ലായിരുന്നു. ഷുഗർ നോർമൽ ആയതുകൊണ്ട് അങ്ങനെയാണ് 205 വന്നത്. അതുകൊണ്ടാണ് വീണ്ടും കഞ്ഞി ഇന്ന് പിന്നെ അതറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കുടിക്കുക. ഒരാഴ്ച 3 ദിവസം ഏത് കൂടിയ ഷുഗർ ഉള്ളവർ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകളുടെ അത്രയും വിധം ചേർത്ത് കഴിച്ചാൽ മതി. രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ, അതായത് രാവിലെ 6 മണിക്ക് കുടിച്ചാൽ വൈകിട്ട് 6 മണിക്കും കുടിക്കാമെങ്കിൽ നല്ലതാ. അല്ലെങ്കിൽ ഒറ്റ നേരമായിട്ട് കുടിക്കുന്നവർക്കാണെങ്കിൽ ഒറ്റ നേരമായിട്ട് കുടിച്ചാൽ മതി. അപ്പൊ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.